അതിൽ വെരി ഗുഡ് മോർണിംഗ്. അതിലും ഒപ്പം മനു ബാലകൃഷ്ണനും. എന്താണ് ശ്രീനഗറിലെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം? ഇന്നലെ നമ്മൾ മനോഹരമായ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ചു. അതിനുശേഷം നമ്മൾ ദാൽ ലേക്കിലെ ദൃശ്യങ്ങൾ സമ്മാനിച്ചു. ശ്രീനഗറിൽ എങ്ങനെയാണ്? ആളൊഴുകി തുടങ്ങിയോ അതോ പതിവ് പോലെ തന്നെ വിജനമാണോ ശ്രീനഗർ? സഞ്ചാരികൾ എത്തണം ഇനി, എന്നാലും സാധാരണ ആളുകൾ, പൊതുജനങ്ങൾ പുറത്തേക്ക് ഇറങ്ങി തുടങ്ങി. ഡാൽ ലേക്കിന് സമീപമാണ്. ഇവിടെയാണ് കൂടുതൽ ആളുകൾ ജോഗിങ്ങിനും മറ്റ് വ്യായാമത്തിനുമൊക്കെയായി എത്തുന്ന സ്ഥലമാണ്. ആ രൂപത്തിൽ വളരെ സജീവമായി മാറുകയാണ് ഓരോ ദിവസം കഴിയും തോറും. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ സൺഡേ മാർക്കറ്റ് അടക്കം സജീവമായിരുന്നു. സൺഡേ മാർക്കറ്റ്, തെരുവുകൾ, പാർക്കുകൾ, ഞായറാഴ്ചയാണല്ലോ. ആ വിധത്തിൽ ആളുകൾ കൂട്ടമായി വീടിന് പുറത്തേക്ക് ഇറങ്ങുകയും കുഞ്ഞുങ്ങളുമായി പാർക്കിലേക്ക് വരികയും ഒക്കെ ചെയ്യുന്ന കാഴ്ച പലരോടും നമ്മൾ സംസാരിച്ചിരുന്നു. അവർക്കൊക്കെ പേടി മാറി, 2-3 ദിവസത്തെ പേടി മാറി ഒരു സന്തോഷത്തിലേക്ക്, സാധാരണ ജീവിതത്തിലേക്ക് മാറുന്നു എന്നതാണ് കാഴ്ച. പക്ഷേ ഇവരുടെ ജീവിതം പഴയ രൂപത്തിലാകണമെങ്കിൽ, നമ്മൾ പഹൽഗാം ഭീകരാക്രമണത്തിന് മുൻപ് എങ്ങനെയായിരുന്നോ ആ വിധത്തിലാകണമെങ്കിൽ ഇനിയും ദിവസങ്ങൾ എടുക്കും എന്നുള്ളതാണ്. പതിയെ പതിയെ ആളുകൾ ഇവിടേക്ക് എത്തിത്തുടങ്ങണം. സഞ്ചാരികൾ ഈ ഭാഗത്തേക്ക് വരണം. ഈ ശിഖാരകൾ ഓളപ്പരപ്പിൽ ഒഴുകിത്തുടങ്ങണം. അങ്ങനെയെങ്കിൽ മാത്രമേ ഇവരുടെ ജീവിതം, കശ്മീരികളുടെ ജീവിതം പഴയ രൂപത്തിലാകൂ എന്നുള്ളതാണ്. ഇവിടെ കുറേ ആളുകൾ ജോഗിങ് നടത്തുന്നുണ്ട്. കുറേ ആളുകൾ ഇവിടെ നടന്നു പോകുന്നവരുണ്ട്, വ്യായാമത്തിനായി പോകുന്നവരുണ്ട്. അവരോടൊക്കെ നമുക്ക് എന്തെങ്കിലും ചോദിക്കാമെന്ന് തോന്നുന്നു. ഈ രൂപത്തിൽ കുറച്ചുകൂടി സജീവമായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ ഇവിടെ തീരെ തന്നെ ആളില്ലായിരുന്നു. നാം ക്യാ ആപ്കാ? ഇർഫാൻ. ക്യാ കാം കർത്തെ? ഡോക്ടർ. ഡോക്ടറാണ്. ഇർഫാൻ എന്നാണ് പേര് എന്നാണ് പറയുന്നത്. ക്യാ ഹാൽ ഹൈ? ठीक है, एवरीथिंग इज ओके. ये पिछले 2-3 दिन कैसे रहे? You're comfortable in English? English is okay? Sure. It's okay, fine. It was some disturbance at the borders near some airspace violations, but government has given the clarification of everything. But to here it is all now peaceful. There is nothing disturbance here. No disturbance here from last 2 days. Everything is okay. ठीक है सब. खाली डिस्टर्बेंस रही पिछले 2-3 दिनों से, तो गवर्नमेंट ने इसकी क्लैरिफिकेशन दी है. इट इज़ नॉर्मल एवरीथिंग हियर नाउ. अभी ठीक है सब? हाँ, अभी पूरा ठीक है, कम्प्लीटली ओके. So everything seems peaceful. Tourists can come here. There is no problem at all. ടൂറിസ്റ്റുകൾ വരണം. ഇവിടെ ഇപ്പോൾ പീസ്ഫുള്ളാണ് എന്നുള്ളതാണ്. താങ്ക് യു സർ. ഡോക്ടറാണ് സംസാരിച്ചത്. ഡോക്ടർ ഇർഫാൻ ഇവിടെ കശ്മീരിയാണ്. ഇരുപത്തിൽ എല്ലാം ഓക്കെയാണ്, ടൂറിസ്റ്റുകൾ വരട്ടെ എന്നാണ് അവർ പറയുന്നത്. ഏതായാലും കഴിഞ്ഞ 2-3 ദിവസത്തെ ഭയമൊക്കെ മാറി ആളുകൾ പഴയ രൂപത്തിലേക്ക് നഗരങ്ങളിലേക്ക് ഇറങ്ങുന്നു, തെരുവുകളിലേക്ക് ഇറങ്ങുന്നു. സാധനങ്ങളുമായി, കുട്ടികളുമായി പുറത്തേക്ക് വിനോദത്തിനായി ഇറങ്ങുന്ന ഒരു കാഴ്ച, അത് സന്തോഷം പകരുന്നതാണ്. ഓരോ ദിവസവും കൂടി ആളുകളുടെ ഒഴുക്ക് കൂടി വരുന്നു. സഞ്ചാരികൾ ചെറിയ മൂടൽമഞ്ഞുണ്ട് അല്ലേ? രാവിലെ പതിവ് പോലെ ചെറിയ മൂടൽമഞ്ഞുണ്ട്. ഏറ്റവും മനോഹരമായ സമയം ഡാൽ ലേക്കിൽ ഇതാണ് അല്ലേ? ഉറപ്പായും രാവിലെയാണ് ഇവിടെ നല്ല തിരക്കുണ്ടാവുന്നൊരു സമയമാണ് ഈ സമയം. ഇവിടെ മുഴുവൻ ശിക്കാരകളായിരിക്കും. വളരെ രസകരമാണ്. നമ്മൾ അരുൺ ഓർക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ജമ്മു കശ്മീർ തെരഞ്ഞെടുപ്പിന് വന്ന സമയത്ത് ഈ സമയത്ത് ഇതിലൂടെ യാത്ര ചെയ്തിരുന്നു. വളരെ രസകരമാണ്. ഇവിടെ ഫ്ലോട്ടിംഗ് മാർക്കറ്റുണ്ട്. സമീപത്തെ ഈ ആളുകൾ ചെറിയ ചായയും മറ്റ് പൂക്കളും ഒക്കെയായി, മറ്റ് പച്ചക്കറികളും ഒക്കെയായി നമ്മുടെ ഈ അവരുടെ ഉപജീവനം നടത്തുന്നു. പക്ഷി ഒറ്റയ്ക്ക് അവിടെ ഇരിപ്പുണ്ട്. ആ പക്ഷി മനു ബാലകൃഷ്ണന്റെ ക്യാമറയിൽ അത് പതിഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ആ നടുക്ക് കുത്തിവെച്ച് ഒരു കമ്പിനകത്ത് ഇങ്ങനെ ഒറ്റയ്ക്കൊരു പക്ഷി ഇരിക്കുന്നുണ്ട്. ഒരർത്ഥത്തിൽ ശ്രീനഗറിലെയൊക്കെ എല്ലാ മനുഷ്യരുടെയും, പ്രത്യേകിച്ച് കച്ചവടക്കാരുടെയും ആ ഷിക്കാരകളിലുള്ള ആളുകളുടെയും ഒക്കെ ഒരു അവസ്ഥ പക്ഷിയുടേത് പോലെയാണ്. കാത്തിരിക്കുകയാണ്. എല്ലാം സജ്ജമാണ്. അതിർത്തി ശാന്തമായി കഴിഞ്ഞു. നിങ്ങൾ വരിക, ശ്രീനഗർ കാണുക, ജമ്മുവിലേക്ക് വരിക എന്നവർ പറയുന്നത് പോലെയാണ് ആ പക്ഷിയും ഇരിക്കുന്നത്. ഒറ്റയ്ക്കാണ്, ഒറ്റപ്പെട്ടു പോകരുത്. ആ പക്ഷിയെപ്പോലെ ശ്രീനഗറിനൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കും. ശ്രീനഗറിലെ ഈ പറയുന്ന ഡാൽ ലേക്കിലൊക്കെ മനോഹരമായ ഈ പ്രഭാതത്തിൻ്റെ കാഴ്ചകൾ കാണാൻ പ്രിയപ്പെട്ട പ്രേക്ഷകർ എപ്പോഴെങ്കിലും ഒക്കെ സമയം കിട്ടുകയാണെങ്കിൽ ശ്രീനഗറിലേക്കൊക്കെ പോവുക. വലിയ ചിലവൊന്നുമില്ല. ഇവിടേക്കൊക്കെ പോയി ഇപ്പോൾ പാക്കേജ് ടൂറുകളൊക്കെ ഒരുപാട് ലഭ്യവുമാണ്. അപ്പോൾ താങ്ക് യു. അതിൽ മനോഹരമായ കാഴ്ചകൾ തന്നതിന് മനു ബാലകൃഷ്ണനും താങ്ക് യു. ഈ മനോഹരമായൊരു പ്രഭാതമായി ഇത് മാറുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വെടിനിർത്തൽ വന്നു കഴിയുമ്പോൾ നമ്മുടെയൊക്കെ മുഖത്തുണ്ടാകുന്നൊരു ആശ്വാസമുണ്ട്. പക്ഷേ അതങ്ങോട്ട് നോർമലൈസ് ചെയ്ത് വരാൻ, ആളുകൾക്ക് ആ ഭയം മാറിക്കിട്ടാൻ 1-2 ദിവസങ്ങൾ എടുക്കും. അതിനുശേഷമായിരിക്കും അത് ഫുൾ സ്വിംഗിലേക്ക് മാറുക. ഒരുപക്ഷേ ഈ പഹൽഗാം ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ ദിവസങ്ങളിലെല്ലാം ശ്രീനഗറിലേക്ക് അതിഥികളുടെ ഒഴുക്കായിരുന്നു. ഇപ്പോൾ ശ്രീനഗറിൽ നല്ല സീസണാണ്. വലിയ തണുപ്പുമില്ല, എന്നാൽ വലിയ ചൂടുമില്ലാത്ത ഒരവസ്ഥ. അപ്പോൾ മനോഹരമായ ഒരു കാലാവസ്ഥ പക്ഷേ ശ്രീനഗറിന് നഷ്ടപ്പെട്ടു. ഒരു സീസണാണ് അവരുടെ കയ്യിൽ നിന്ന് പോകുന്നത്. അതാണ് അവരുടെ സങ്കടം. കാര്യം ഒരു ദിവസത്തെയൊക്കെ ഈ ടൂറിസ്റ്റ് ഗൈഡുമാർ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവരുടെ കഴിഞ്ഞ എത്ര ദിവസങ്ങളായില്ലേ, 22-ാം തീയതി തുടങ്ങി
തുടങ്ങിയതാ. ഇത്രയും ദിവസമായിട്ട് ആ ടൂറിസ്റ്റ് ഗൈഡുകളുടെ കയ്യിലൊന്നും ഉണ്ടാവില്ല. അവർക്ക് വേണ്ടത്ര വീട്ടിൽ ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാൻ പോകുന്നു, കുട്ടികളുടെയൊക്കെ പഠന ചിലവുകൾ വരുന്നു, ഇതൊക്കെ അവർ നോക്കണ്ടേ. അപ്പോൾ ഈ സാഹചര്യങ്ങളിൽ അവർ തകർത്ത് കളഞ്ഞത് ആ ഒരു ജനതയുടെ ജീവിത സ്വപ്നങ്ങളാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് കാശ്മീരി ജനത ഒരു കാരണവശാലും പാകിസ്ഥാൻ ഭീകരരോട് ക്ഷമിക്കില്ല കേട്ടോ. അതുകൊണ്ടാണ് നമുക്കും അക്കാര്യത്തിൽ ഈ ഭീകരരുടെ വേരറുക്കുക എന്നുള്ളത് ഈ രാജ്യത്ത് സമാധാനം നൽകാൻ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമുക്ക് അയൽക്കാരെ തിരഞ്ഞെടുക്കാൻ കഴിയില്ല, പക്ഷേ അയൽക്കാരൻ ഇങ്ങനെയുള്ളൊരു അയൽക്കാരനാണെങ്കിൽ നമുക്ക് സമാധാനം എന്നുള്ളത് വിധിച്ചിട്ടില്ലെന്ന് കരുതിയേ സമാധാനമുള്ളൂ. പക്ഷേ നമ്മൾ ജാഗ്രതയോടുകൂടി തന്നെ ഇരിക്കുക ഈ നിമിഷവും.